ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോന്റെ പ്രധാന ടോപ്പിക് എന്ന് പറയുന്നത് ഫിൻലൻഡിലേക്ക് എങ്ങനെ വിസിറ്റിംഗ് വിസ ചെയ്യാം. ഒരു വർഷത്തിനിടയിൽ ഞാൻ 4 തവണ വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് എല്ലാം പാരൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ 4 തവണ അപ്ലൈ ചെയ്തതിന് ശേഷം 2 എണ്ണം എനിക്ക് റിജക്ഷൻ വന്നിട്ടുണ്ട്. 2 എണ്ണമാണ് എനിക്ക് ഒരു കുഴപ്പമില്ലാണ്ട് സക്സസ് ആയിട്ട് കിട്ടിയത്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ തവണ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ്. 3 ഞാൻ ഏജൻസിക്ക് കൊടുത്തു. അതിനകത്ത് ഒന്നാമത്തെ തവണ കുറെ എൻ്റെതായ കുറെ ഫോൾട്ടുകൾ ഉണ്ടായിരുന്നു. ഞാൻ അപ്ലൈ ചെയ്തത് നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഉണ്ടായില്ല. സ്വന്തമായി ചെയ്യാന്നുള്ളൊരു കോൺഫിഡൻറ്റിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല കട്ടയ്ക്ക് റിജക്ഷൻ കിട്ടി, കാശും പോയി. അത് കഴിഞ്ഞ് കഴിഞ്ഞ പിന്നെയാണ് നമ്മൾ അറിയണത് ഫിൻലൻഡിലേക്ക് ഇങ്ങനെ ഒരു ഏജൻസി ഉണ്ട്. അപ്പോൾ ആ ഒരു ഏജൻസിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ വിഷയങ്ങളൊന്നും ഇല്ലാണ്ട്, നമുക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലാണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെ ആ ഏജൻസിനെ പറ്റി അറിഞ്ഞത് വളരെ വൈകിപ്പോയി. പിന്നെ ഞങ്ങൾ രണ്ടാമത് അമ്മയ്ക്ക് വെച്ചത് ഏജൻസി ത്രൂ ആണ്. ഏജൻസിയുടെ ഡീറ്റെയിൽ ഒക്കെ പറയാം കേട്ടോ, പിന്നെ ലാസ്റ്റ് പറയാം. പിന്നെ അതുപോലെ തന്നെ പിന്നെയും ഞങ്ങൾ മൂന്നാമതും ഏജൻസി ത്രൂ വെച്ചു. ആദ്യത്തെ തവണ ഞാൻ സ്വന്തമായിട്ട് വെച്ചു, രണ്ടാമത്തെ തവണ ഏജൻസിക്ക് കൊടുത്തു, വിസ വന്നു. അതേപോലെ തന്നെ മൂന്നാമത്തെ തവണ ഏജൻസിക്ക് കൊടുത്തു. അപ്പോൾ അത് വീണ്ടും റിജക്ഷൻ വന്നു 2024. അപ്പോൾ അതിൻ്റെ ഉള്ള കാരണം വിസ നിയമത്തിൽ ചെറിയൊരു മാറ്റം വന്നു. അത് നിങ്ങളോട് പ്രത്യേകം എടുത്ത് പറയാം, അല്ലെങ്കിൽ നിങ്ങളുടെ കാശും പോവും, എൻ്റെ കാശ് പോയ പോലെ. അതേപോലെ തന്നെ നാലാമത് ഞങ്ങൾ ഈ 2025 ഒരു വിസയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് വളരെ സക്സസ് ആയിട്ട് കിട്ടി. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ഫിൻലൻഡിലേക്ക് വരാനായിട്ടുള്ള വിസ വെക്കാനായിട്ടുള്ള പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറേ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഇന്ന് അത് പറയാം. അതുപോലെ തന്നെ എന്താ പറയുക, വിസ വെക്കുമ്പോൾ ഇത് മുഴുവനായിട്ട് കേട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കാശ് പോവും, സമയം പോവും. അതേപോലെ തന്നെ വീണ്ടും പാരൻസിന് ഈ VFSലൊക്കെ പോയി വരാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒറ്റ തവണ തന്നെ നിങ്ങൾക്ക് വിസ കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് അവസാനം വരെ കാണാം. ഇത് എനിക്ക് കിട്ടിയ ഒരു പണി നിങ്ങൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ചെയ്യണ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ എൻ്റെ അപ്പനമ്മ ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അതിക്ക് ശേഷം വേറെ ഒരാൾ കൂടി വരും. അതുകൊണ്ടാണ് 2025 ഞാനൊരു വിസയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിൻലൻഡിലേക്ക് വരാനായിട്ട് നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ പ്രായമായവർ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഫിൻലൻഡിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പാണല്ലോ, അയ്യോ അങ്ങനെയാണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. വീടിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല. കാരണം വീടിൻ്റെ അകത്ത് അത്ര വലിയ തണുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല അത്യാവശ്യം ചെറിയൊരു സെറ്ററൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെറ്ററിൻ്റെ ആവശ്യമേ ഇല്ല ചില സമയങ്ങളിലൊന്നും കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് പോകാൻ പറ്റും. ഇനി പുറത്ത് പോകുമ്പോൾ നമ്മൾ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തണുപ്പിനെ അതിജീവിക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ. കാരണം ഞാനിപ്പോൾ പാരൻസിനെ കൊണ്ടുവന്നതാണ്. ആദ്യമൊക്കെ വന്നപ്പോൾ അവർക്ക് ഭയങ്കര തണുപ്പാണെന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ അതൊക്കെ ഇപ്പോൾ അവർക്ക് ഒരു കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ഈ തവണ നമ്മൾ പറഞ്ഞാൽ പോലും അത്രയും ഡ്രസ്സുകളൊന്നും യൂസ് ചെയ്യുന്നില്ല പുറത്തേക്ക് പോകാൻ നേരത്തിട്ടാണ്. അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിലായിട്ടോ. അപ്പം അതൊന്നല്ല നമ്മുടെ വിഷയം. അപ്പോൾ പാസ്പോർട്ടും ഇൻട്രസ്റ്റും ആണ് ഒന്നാമതായിട്ട് വേണ്ടത്. പിന്നെ അതിന് വേണ്ടതായിട്ടുള്ള കുറച്ച് രേഖകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പം നമ്മൾ വിസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ VFSന്റെ ഓഫീസിൽ പോകേണ്ടതുണ്ട്. അപ്പോൾ VFS ഓഫീസ് സാധാരണയായിട്ട് നമ്മുടെ കേരളത്തിലില്ല. പകരം നമ്മൾ ചെന്നൈ, ബാംഗ്ലൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ്, മെയിൻ സിറ്റികളിലാണ് ഉള്ളത്. പിന്നെ നമ്മൾ ഫാമിലിക്കും അതുപോലെ തന്നെ ജോബിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഡൽഹി VFSലൊക്കെ പോകുന്നത് ആയിട്ട്. അപ്പോൾ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വലിയ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഇന്റർവ്യൂ എപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അവിടെ ആളുണ്ടാവും. നമുക്ക് മലയാളത്തിൽ സംസാരിച്ചാൽ മതി. മലയാളത്തിൽ ഹെൽപ്പ് ചെയ്യാൻ ചെന്നൈയിലൊക്കെ ആളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ VFSന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ 1-2 കാര്യങ്ങൾ ചോദിക്കും. നിങ്ങൾ എന്തിനു പോകുന്നു, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അതിനൊക്കെ നമ്മൾ മറുപടി പറയാൻ നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയെ പറഞ്ഞാൽ മതി. അവർ ട്രാൻസ്ലേറ്റർ വെച്ച് ട്രാൻസ്ലേറ്റ് ചെയ്തോളും. പിന്നെ അതുപോലെ തന്നെ VFSന് പോകുമ്പോൾ നമ്മുടെ ബയോമെട്രിക്സ് അവരവിടെ എടുക്കും. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. പിന്നെ അതുപോലെ നമ്മൾ ഫീസ് അടയ്ക്കണം. നമ്മൾ വിസ ഫീസ് നമ്മൾ അവിടെ ചെന്നിട്ടാണ് അടയ്ക്കുന്നത്. ഏകദേശം നമുക്കൊരു 12,000 രൂപ നമുക്ക് ഏകദേശം വിസ ഫീസിന് മാത്രം ആയിരുന്നു ഒരാൾക്ക് കേട്ടോ. പെർ ഹെഡ് 12,000 യൂറോ വിസ ഫീസിനായിരുന്നു. അപ്പോൾ നമ്മൾ പോകുമ്പോൾ എപ്പോഴും സ്പെഷ്യൽ ലോഞ്ച് ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അതായത് എക്സ്ട്രാ ഹെൽപ്പ് വേണ്ട ആൾക്കാർക്ക് സ്പെഷ്യൽ ലോഞ്ച് എടുത്തിട്ടാണ്. അതാകുമ്പോൾ നമുക്ക് മലയാളത്തിൽ ഹെൽപ്പ് ചെയ്യാൻ, എന്തെങ്കിലും ഡോക്യുമെന്റ്സിന്റെ എന്തെങ്കിലും കുറവോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവർക്ക് ചിലപ്പോൾ നമ്മളെ വിളിച്ച് അത് പറയാനുള്ള, അവർക്ക് പറയണത് മനസ്സിലാവത്തില്ല. അപ്പോൾ അങ്ങനെ
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളവിടെ സ്പെഷ്യൽ ലോഞ്ച് എടുത്തിട്ടാണ് പോവാറ്. അതുകൊണ്ട് നമുക്കൊരു 12,000 സംതിങ് ചിലവ് വരുന്നത്. ഇതാണ് വിസ ഫീസ് വരുന്നത്. അതുപോലെ തന്നെ നമ്മളവിടെ പാസ്പോർട്ട് അവിടെ കൊടുത്തിട്ട് വേണം വരാനായിട്ട്. ഈ പാസ്പോർട്ട് വിസ അടിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ വിസ അടിച്ചില്ലെങ്കിലും നമുക്ക് നാട്ടിലേക്ക് അവർ തിരിച്ചയക്കും. നമ്മുടെ അഡ്രസ്സിലേക്ക് കൊറിയർ വഴി അവർ അയക്കും. കൊറിയർ ചാർജും നമ്മുടെ അവരവിടെ നിന്ന് വാങ്ങിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വിസ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പാസ്പോർട്ട് മാത്രമായിട്ടായിരിക്കും അയക്കണത്. ഇനി വിസ അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പേപ്പറും കൂടി അയക്കും, എന്തുകൊണ്ടാണ് വിസ റിജക്ഷൻ ആവാനുള്ള കാരണം. ഇത്രയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടൊക്കെ ആയിരിക്കും നമുക്ക് ഡോക്യുമെന്റ്സ് വിടുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ VFSൽ പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത്, നമുക്ക് VFSൽ പോകുമ്പോൾ നമ്മളൊരു വിസ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, വിസിറ്റിംഗ് വിസയുടെ. അത് നമ്മൾ ഫില്ല് ചെയ്ത് ഈ പോകേണ്ട ആള് സൈൻ ചെയ്തിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. അതായത് ആരാണോ ഫിൻലാൻഡിലേക്ക് വരുന്നത് ആൾ ഒപ്പിട്ട ഒരു പേപ്പർ ആയിരിക്കണം. അപ്പോൾ ആ ആപ്ലിക്കേഷൻ ഫോം സൈൻ ചെയ്ത് നമ്മൾ കൊണ്ടുപോകണം, ഒറിജിനൽ പേപ്പർ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അപ്പോയിൻമെന്റ് എടുക്കണം. അപ്പോയിൻമെന്റ് എടുക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെന്നൈയിലൊക്കെ അപ്പോയിൻമെന്റ് കിട്ടാറുണ്ട്. 1-2 ദിവസം മുന്നേ നമ്മൾ അപ്പോയിൻമെന്റ് എടുത്താലും നമുക്ക് ഇഷ്ടംപോലെ സ്ലോട്ടുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കൊണ്ടുപോകേണ്ട പ്രധാന ഡോക്യുമെന്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒറിജിനൽ പാസ്പോർട്ട് കൊണ്ടുപോകണം. പിന്നെ അതുപോലെ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസിന്റെ ഒരു 80% ഫേസ് ആയിരിക്കണം ആ ഫോട്ടോയിൽ കാണേണ്ടത്. അതിപ്പോൾ നമ്മൾ അതിൻ്റെ വെബ്സൈറ്റിൽ നോക്കിയാൽ കാണും ഏതൊക്കെ ടൈപ്പ് ഫോട്ടോസാണ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റാന്നുള്ളൂ. ഇനി ഇത് നമുക്ക് ഫോട്ടോ കൊണ്ടുപോയത് ശരിയായിട്ടില്ലെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, അവിടെ സ്റ്റുഡിയോ ടെൻഷൻ അടിക്കണ്ട. പിന്നെ വേണ്ട ഒരു ഡോക്യുമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോകുന്ന ആൾക്കടെ പേരിൽ സ്ഥലോ അല്ലെങ്കിൽ വീടോ അല്ലെങ്കിൽ ആളുടെ ഹസ്ബൻഡിന്റെ പേരിൽ സ്ഥലോ വീടോ അങ്ങനെ എന്തെങ്കിലും ഡോക്യുമെന്റുകൾ ഉണ്ടെങ്കിൽ ആധാരം, അതായത് ആധാരമായിരിക്കുമല്ലോ. അപ്പോൾ അത് മലയാളത്തിലായിരിക്കും നമ്മുടെ കേരളത്തിലുള്ളവരുടെ. അപ്പോൾ അത് ഇംഗ്ലീഷിലാക്കിയിട്ട് അത് ഏതെങ്കിലും ഒരു വക്കീലിൻ്റെ നോട്ടറിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അത് ഇംഗ്ലീഷിലാക്കണം. ഇംഗ്ലീഷിലാക്കിയിട്ട് അത് നോട്ടറൈസ് ചെയ്യണം. അത് നോട്ടറൈസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഡോക്യുമെന്റ് നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകണം. ഒറിജിനൽ ആയിരിക്കണം. ഈ നോട്ടറൈസ് ചെയ്തതിൻ്റെ കോപ്പി ഒന്നല്ല കൊണ്ടുപോകുന്നത്, ഒറിജിനൽ ആയിരിക്കണം കൊണ്ടുപോകുന്നത്. പിന്നെ വേണ്ടത് ഈ പോകുന്ന ആൾക്ക് എന്തോരം സ്വത്തുക്കൾ ഉണ്ടെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ്. അത് നമ്മൾ സാധാരണ CA-കാരാണ് അത് ചെയ്യുന്നത്. CA-കാരുടെ ഓഫീസിൽ അത് കൊണ്ടുപോയി കൊടുത്താൽ മതി. അതിന് നമ്മളുടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര പൈസയുണ്ട്, അതുപോലെ തന്നെ എത്ര സ്വർണ്ണമുണ്ട്, എത്ര വണ്ടികളുണ്ട്, പിന്നെ നമുക്ക് എത്ര സ്ഥലമുണ്ട്. അതിപ്പോൾ നമ്മളുടെ പേരിലില്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിൻ്റെയോ മക്കളുടെയോ ആരെങ്കിലുമൊക്കെ നമുക്ക് പറയാം അവരോട്. ഇതെല്ലാം കൂടിയും ചേർത്തിട്ട് നമുക്ക് എത്ര രൂപ നമ്മുടെ സ്വത്തായിട്ടുണ്ടെന്നുള്ളത് ഒരു എമൗണ്ട് നമ്മൾ CA-കാരുടെ അടുത്ത് കൊടുത്തിട്ട് അവരാണ് നമുക്കത് അസറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തരുന്നത്. CA കഴിഞ്ഞ ആൾക്കാരാണ് അത് ഒപ്പിട്ട് നമുക്ക് സീൽ വെച്ച് തരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി അത് ഇംഗ്ലീഷിലായിരിക്കണം. അപ്പോൾ എല്ലാം കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷിലായിരിക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൊണ്ടുപോകണം. അസറ്റ് സർട്ടിഫിക്കറ്റ് എന്നാണ് പറയുന്നത്. അത് നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ 3 ലക്ഷം രൂപ വരെയെങ്കിലും നമ്മുടെ മിനിമം നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. 3 ലക്ഷം രൂപ. അപ്പം 3 ലക്ഷം രൂപ ആദ്യമൊക്കെ 2.5 ലക്ഷം രൂപയായിരുന്നു. ഇപ്പോൾ പൈസ കൂട്ടി 3 ലക്ഷം രൂപ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരാളുടെ അക്കൗണ്ടിൽ 3 ലക്ഷം രൂപ ഉണ്ടായിരിക്കണം. അത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം. പോകുന്നതിൻ്റെ തലേദിവസം വേണമെങ്കിൽ ഇടാം. ഇന്നും കുറേ നാൾ മുന്നിടണം എന്നൊന്നുമില്ല. പോകണ സമയത്ത് നമ്മൾ അവിടെ പ്രസന്റ് ചെയ്യണ സമയത്ത് പോകുന്നതിന് 2 ദിവസം മുന്നത്തെ മാക്സിമം എടുക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കണം കൊണ്ടുപോകുന്നത്. ലേറ്റസ്റ്റ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൊണ്ടുപോകുന്നത് ചിലപ്പോൾ വിസ റിജക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത് അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ബാങ്കിൽ എത്ര രൂപ ഉണ്ടെന്നുള്ളത് കറക്റ്റ് ആണെന്ന് അറിയാം. എന്നാലാണ് നമുക്ക് വിസ അപ്രൂവ് ആവുള്ളൂ. അപ്പം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മസ്റ്റാണ്. അതിൽ 3 ലക്ഷം രൂപ അക്കൗണ്ടിൽ കാണിച്ചിരിക്കണം പെർ ഹെഡ്. അതൊരു ഡോക്യുമെന്റ്. അപ്പൊ 3 ഡോക്യുമെന്റ് ആയില്ലേ. പൈസ ഇടുന്ന കാര്യം പറഞ്ഞല്ലോ, ഈ ക്യാഷ് 3 ലക്ഷം രൂപ. ഈ വിസ അപ്രൂവ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ ക്യാഷ് വിഡ്രോ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ അത് അതിലിടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ വേണ്ടത് നമുക്ക് നമ്മുടെ ഇൻഷുറൻസ്. ഈ വരണ ആൾക്ക് ഇൻഷുറൻസ് എടുത്തിരിക്കണം. അത് 3 മാസത്തേക്കുള്ള ഇൻഷുറൻസ് ആണ്. അത് നമുക്ക് ഏജൻസിയാണ് എടുത്തു തന്നത്. ഇവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യാനും അതിനെ കവർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസും. ഇതും മസ്റ്റാണ്. ഇതില്ലെങ്കിലും നമുക്ക് വിസ റിജക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം.
പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്. നമ്മൾ ആദ്യമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെമ്മി ടിക്കറ്റ് ആണ് ഏജൻസികൾ നമ്മളോട് പറയാറുള്ളത്. അതായത് ഒരു ടിക്കറ്റ് എടുത്ത് അവർ ചെറിയൊരു എമൗണ്ട് ഏജൻസിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരു ഡമ്മി ടിക്കറ്റ് എടുത്തു തരും. അതിനകത്ത് പക്ഷേ ഒറിജിനൽ ടിക്കറ്റ് ആയിരിക്കില്ല, ഒരു ഡമ്മി ടിക്കറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്തിട്ട് അതിൻ്റെയും ഒരു കോപ്പി വെച്ചിട്ടാണ് നമ്മൾ പോവാറുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തെ 2 തവണ നമുക്ക് ഡമ്മി ടിക്കറ്റ് മതിയായിരുന്നു. പക്ഷേ മൂന്നാമത് ഞങ്ങൾ വിസയ്ക്ക് വെച്ച സമയത്ത് പുതിയൊരു നിയമം വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ ടിക്കറ്റ് തന്നെ PNR നമ്പറുള്ള ടിക്കറ്റ് തന്നെ കാണിക്കണമെന്നായി. അപ്പം മൂന്നാമത് വിസ റിജക്ഷൻ ഞങ്ങൾ ഏജൻസി ത്രൂ പോയപ്പോഴും ഞങ്ങളുടെ വിസ റിജക്ഷൻ വരാനുള്ള കാരണം ഞങ്ങൾ ഒറിജിനൽ ടിക്കറ്റ് വെച്ചില്ല എന്നുള്ളൊരു റീസണാണ്. അപ്പോൾ ഏജൻസിയും പറഞ്ഞു ഡമ്മി ടിക്കറ്റ് മതി എന്ന് പറഞ്ഞ് രണ്ടാമത് എടുത്ത് ഞങ്ങളവർ മെയിൽ വിട്ടപ്പോൾ അയച്ചു കൊടുത്തായിരുന്നു. ഇവർ വിസ റിജക്ഷൻ വന്നതിന് മുന്നേ അവർ ഞങ്ങളോട് ടിക്കറ്റ് ചോദിച്ചായിരുന്നു. അപ്പം ഞങ്ങൾക്ക് നിയമം ഇങ്ങനെ മാറിയ കാര്യം നമുക്കറിയത്തില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഡെമ്മി ടിക്കറ്റ് തന്നെയാണ് എടുത്ത് അയച്ചു കൊടുത്തത്. അങ്ങനെ ആ വിസ മൂന്നാമത്തെ തവണ റിജക്ഷൻ വന്നത് അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ ഞങ്ങൾ പോയപ്പോൾ ഒറിജിനൽ ടിക്കറ്റ് തന്നെ നേരിട്ട് വെച്ചു. അതുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നം വന്നില്ല. പക്ഷെ നമ്മൾ ടിക്കറ്റ് എടുത്താലും 24 hours നമ്മളത് ക്യാൻസലാക്കി വിടും. കാരണം നമുക്ക് പോകുന്ന ഡേറ്റ് കൺഫേം അല്ല, അതുകൊണ്ട് നമ്മളത് ക്യാൻസലാക്കും. അപ്പോൾ ക്യാൻസലേഷൻ ഫീസ് നമ്മൾക്ക് നഷ്ടമാവും. ഏജൻസി നമ്മൾക്ക് അതും നമ്മുടെ നിന്ന് പിടിക്കും കേട്ടോ, ഏജൻസി ത്രൂ ഒക്കെ കൊടുക്കുമ്പോൾ. അപ്പോൾ ഡമ്മി ടിക്കറ്റിന് പകരം ഒറിജിനൽ ടിക്കറ്റ് തന്നെ നമ്മൾ എടുത്ത് വെക്കണം. നമുക്ക് ഉറപ്പൊന്നും ഉണ്ടാവില്ല, നമുക്ക് വിസ കിട്ടോ അങ്ങനെ ഉറപ്പൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഒറിജിനൽ ടിക്കറ്റ് വെച്ചിരിക്കണം. PNR നമ്പറുള്ള ടിക്കറ്റ് തന്നെ ആയിരിക്കണം. അപ്പോൾ അതൊരു ഡോക്യുമെന്റ്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിൻലൻഡിൽ താമസിക്കുന്ന മകനോ മകളോ അല്ലെങ്കിൽ ബ്രദറോ സിസ്റ്ററോ ആരായാലും അവരൊരു ഇൻവിറ്റേഷൻ ലെറ്റർ നമുക്ക് അയക്കണം. അതായത് ഈ പോകുന്ന ആളെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഒരു ലെറ്റർ, ആ ലെറ്റർ അത് ഫിൻലൻഡിലുള്ള ആള് തന്നെ ഒപ്പിട്ട് ലെറ്റർ ഈ ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവർക്കടെ കയ്യിൽ കൊടുത്തുവിടണം. ഇൻവിറ്റേഷൻ ലെറ്റർ. പിന്നെ ഞങ്ങൾക്ക് ഇൻവിറ്റേഷൻ ലെറ്ററിൽ നമുക്കൊരു പണി കിട്ടിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ഒരു ഏജൻസിക്ക് കൊടുത്തപ്പോൾ റിജക്ഷൻ വന്നതിന് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻവിറ്റേഷൻ ലെറ്റർ അടിക്കുമ്പം ആദ്യമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻവിറ്റേഷൻ ലെറ്റർ ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്: ഫിൻലൻഡിൽ നിന്ന് നമ്മൾ ഇന്ന ആളെ ക്ഷണിക്കുന്നു, ആളുടെ എല്ലാ ചെലവുകളും അതുപോലെ തന്നെ താമസം അങ്ങനെയുള്ള എല്ലാ ചെലവുകളും ഫിൻലൻഡിലുള്ള ആളാണ് വഹിക്കുന്നത് എന്നുള്ള ഒരു കാര്യം എഴുതിയിട്ടായിരുന്നു ആദ്യത്തെ 2 തവണയും നമ്മൾ ലെറ്റർ വെച്ചേർന്നത്. ആദ്യത്തെ 2 തവണയും അത് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ തവണ വന്നു കഴിഞ്ഞപ്പോൾ നിയമത്തിലൊരു മാറ്റം വന്നു. അത് ഇങ്ങനെ വെക്കണം: അതായത് ഈ വരുന്ന ആളുടെ താമസം മാത്രം ഫിൻലൻഡിലുള്ള ആൾ എടുക്കുകയും മറ്റെല്ലാ എക്സ്പെൻസും ഈ ഫിൻലൻഡിലേക്ക് വരുന്ന അപ്പനോ അമ്മയോ ബ്രദറോ ആരായാലും അവരായിരിക്കണം ഫുള്ള് വഹിക്കേണ്ടത്. അപ്പം അങ്ങനെ വെച്ചിട്ടായിരിക്കണം ഞങ്ങൾ ആ വരുന്ന ആൾ തന്നെ സ്വന്തമായിട്ട് എടുത്തോളും എന്ന് പറഞ്ഞിട്ടായിരിക്കണം ലെറ്റർ എഴുതേണ്ടത്. ഇനി വേണ്ട ഒരു കാര്യം കവർ ലെറ്റർ. ഈ വരുന്ന ആൾ എഴുതുന്ന പേപ്പറാണ് കവർ ലെറ്റർ. അത് ഈ വരുന്ന ആൾക്ക് ഇങ്ങനെ വരുന്നത് കൊണ്ട് ഇന്ന കാര്യത്തിനാണ് വരുന്നത്, ഞാൻ എൻ്റെ മോനെ കാണാനോ അല്ലെങ്കിൽ കുഞ്ഞുമക്കളെ കാണാനോ അവരൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഫിൻലൻഡിലേക്ക് പോണത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വെക്കേഷൻ ചെലവഴിക്കാനാണ് ഫിൻലൻഡിലേക്ക് പോണത്, അങ്ങനെ പറഞ്ഞിട്ടായിരിക്കണം ലെറ്റർ വരുന്നത്. അപ്പം ആ ലെറ്ററിൽ ഒപ്പിടേണ്ടത് വരണ ആളാണ് കേട്ടോ. ഇൻവിറ്റേഷൻ ലെറ്ററിൽ ഒപ്പിടേണ്ടത് ഫിൻലൻഡിൽ നിന്നുള്ള മക്കളോ ആരെങ്കിലും ഒക്കെ ആയിരിക്കും. കവർ ലെറ്ററിൽ ഒപ്പിടേണ്ടത് ഫിൻലൻഡിലേക്ക് വരുന്ന വിസിറ്റിംഗ് വിസ അപ്ലൈ ചെയ്യുന്ന ആപ്ലിക്കൻ്റ് ആണ് ഒപ്പിടേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഒരു ലെറ്ററും കൂടി വേണം. ചിലവരുടെ അമ്മമാർ മാത്രമാണ് വരുന്നത്, അല്ലെങ്കിൽ അപ്പനോ ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ, ഈ ആൾക്കാരുടെ ഹസ്ബൻഡ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്നും ഒരു കുഴപ്പമില്ല, ഈ ആള് ഫിൻലൻഡിലേക്ക് പോകുന്നത് കൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ള ഒരു കൺസെന്റ് ലെറ്ററും കൂടി എഴുതി വെക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒന്നും ഫോർമാറ്റുകളൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയണില്ല, കാരണം എനിക്ക് വ്യക്തമായിട്ട് അതിനെപ്പറ്റി കൂടുതലായിട്ടല്ല, കാരണം അത് ഏജൻസികളാണ് അതിന് ലെറ്ററുകൾ നമുക്ക് അടിച്ചു തന്നത്. അപ്പോൾ അത് ഒപ്പിടേണ്ടത് ഈ വരുന്ന ആളുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫോ ആയിരിക്കും ആ ലെറ്റർ ഒപ്പിടേണ്ടത്, കൺസെന്റ് ലെറ്റർ. പിന്നെ നിങ്ങൾ കൊണ്ടുപോകേണ്ട മറ്റൊരു ഡോക്യുമെന്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ ഫിൻലൻഡിൽ താമസിക്കാനുള്ള ഒരു താമസിക്കാനുള്ള സൗകര്യം എവിടെയാണ്. അതായത് മിക്കതും നമ്മൾ മക്കളുടെ വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ ബ്രദറിന്റെ വീട്ടിൽ സിസ്റ്ററിന്റെ വീട്ടിലൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ താമസിക്കാൻ പോകുന്നത്. അപ്പോൾ താമസിക്കുന്നത് എവിടെയാണെന്ന് അതിനൊരു അതിന്റെ രേഖ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫിൻലൻഡിൽ ആരുടെ വീട്ടിലാണോ നിൽക്കുന്നത് ആ വീടിന്റെ കോൺട്രാക്ട് പേപ്പർ നമ്മൾ അയച്ചു കൊടുക്കണം.
ഈ ആപ്ലിക്കേഷന് പോകുമ്പോൾ അത് നമ്മൾ പാരൻസിൻ്റെ കയ്യിൽ കൊടുത്തു വിടണം. അപ്പോൾ കോൺട്രാക്റ്റ് പേപ്പർ വേണം. അപ്പോൾ ഇതാണ് മറ്റൊരു ഡോക്യുമെന്റ്, വീടിന്റെ ഹൗസിംഗ് കോൺട്രാക്ട് കേട്ടോ, അത് കൊടുത്തു വിടണം. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ജോലിയുള്ള ആളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, പേ സ്ലിപ്പ്, അതേപോലെ തന്നെ ജോലിയുടെ കോൺട്രാക്ട് പേപ്പർ, പിന്നെ എന്താ പറയുക വീടിന്റെ കോൺട്രാക്ട്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫിൻലൻഡിൽ നിന്ന് നമ്മൾ അയച്ച് കൊടുത്തയക്കണം. കാരണം അവർക്ക് അതും കൊണ്ടുപോയാൽ മാത്രമാണ് വിസ നമുക്ക് കിട്ടുള്ളൂ. ഇത്രയും ഡോക്യുമെന്റുകൾ നിർബന്ധമായിട്ടും കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ്. വിസ നമുക്ക് കിട്ടാനായിട്ട് വർക്കിംഗ് ഡേയ്സിൽ 15 മുതൽ 22 ദിവസം എടുക്കും വിസ ആയിട്ട് കിട്ടാനായിട്ട്. അപ്പൊ 15 ദിവസം ആകുമ്പോൾ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇപ്പൊ ആദ്യം നമുക്ക് 22 ഡേ ആയിരുന്നു, പിന്നെ അത് ചുരുക്കി 15 ഡേ എന്ന് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞത്. അപ്പൊ ഈ 15 ദിവസം കഴിയുമ്പോൾ നമുക്ക് മെയിൽ വരും. നമുക്ക് പാസ്പോർട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തേക്കണ മെയിൽ ID നമുക്ക് മെയിൽ ID, ഫോൺ നമ്പർ, അഡ്രസ്സ് ഇതൊക്കെ കറക്റ്റ് ആയിരിക്കണം നമ്മൾ കൊടുത്തു വിടുമ്പോൾ. എങ്കിലാണ് നമ്മൾ പാസ്പോർട്ടൊക്കെ കറക്റ്റായിട്ട് വരുള്ളൂ. അതൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് എഴുതി കൊടുത്തുവിടുക ചെയ്ത് തരുന്നത്. അപ്പം പാരൻസിനൊക്കെ അവിടെ ചെല്ലുമ്പോൾ എഴുതാനും അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ലോഞ്ച് എടുക്കണോണ്ട് അതിന് അവിടെ നമ്മൾ അസിസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലോഞ്ച് എടുക്കുകയാണെങ്കിൽ അവർക്ക് അത്യാവശ്യം വേണ്ട സ്നാക്കും ചായയൊക്കെ അവിടെ നിന്ന് കിട്ടും കേട്ടോ. ലോഞ്ചിൽ നമ്മൾ പോവുകയാണെങ്കിൽ എക്സ്ട്രാ 2500 എക്സ്ട്രാ ആവണം. അതുകൊണ്ടാണ് എന്താ പറയുക, ഒറിജിനൽ ടിക്കറ്റ് എടുത്തതിൻ്റെ കോപ്പി, അതുപോലെ നമുക്ക് ഇൻഷുറൻസ് എടുത്തതിൻ്റെ കോപ്പി, 3 മാസത്തേക്കുള്ള ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ ഒറിജിനൽ ഡോക്യുമെന്റ്, അപ്പോയിൻമെന്റ് എടുക്കുമ്പോൾ നമുക്കൊരു അപ്പോയിൻമെന്റ് ലെറ്റർ കിട്ടും ഈ VFSലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ലെറ്ററും പോകുമ്പോൾ കൊണ്ടുപോകണം വിസ ഇന്റർവ്യൂവിന് പോകുമ്പോൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിസ നല്ല ഈസി ആയിട്ട് കിട്ടും. പിന്നെ ഞാൻ ഏജൻസി ത്രൂ ആണ് കൊടുത്തതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ കൊടുത്തത് സാവന അങ്കമാലിയിലുള്ള ഒരു ഏജൻസിയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഫോൺ നമ്പർ മാത്രമേ എൻ്റെ ഉള്ളൂ. അപ്പോൾ അവരാകുമ്പോൾ നമുക്ക് ജസ്റ്റ് എല്ലാ കാര്യങ്ങളും, കവർ ലെറ്ററും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ തന്നെ അടിച്ചോളും. പിന്നെ അതുപോലെ തന്നെ ടിക്കറ്റ് എടുക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അപ്പോയിൻമെന്റ് എടുക്കുന്നത് എല്ലാം അവർ തന്നെ ചെയ്തോളും. നമുക്ക് വലിയ ടെൻഷൻ അടിക്കേണ്ട, ഇതിന്റെ പുറകെ നമുക്ക് നടക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ആധാരം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്തോളണം. അത് നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകണം. പിന്നെ ഈ ഏജൻസി ത്രൂ കൊടുക്കുമ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയാണെങ്കിൽ അവർ ഏജൻസിനോടായിരിക്കും ചോദിക്കുന്നത്. ഇപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ചിലപ്പോൾ ചോദിക്കുന്നതും മെയിൽ വിടുന്നതൊക്കെ അവരോടായിരിക്കും. അപ്പം അവരും ചിലപ്പോൾ പെട്ടെന്ന് അവർ തന്നെ അതിന് റിപ്ലൈ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒറിജിനൽ ടിക്കറ്റ് വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരാണ് ടിക്കറ്റ് വേഗം അവർ തന്നെ ടിക്കറ്റ് എടുത്ത് അയച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മളെ വിളിച്ച് പറയുമായിരുന്നു ചെയ്തത്. അപ്പോൾ അങ്ങനെ ഏജൻസി വഴി നമ്മൾ വെക്കുമ്പോൾ ചിലപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഏജൻസി ത്രൂ ആയിട്ടും അവർ നടത്താറുണ്ട്. നമ്മളോടും മെയിൽ വിടും, ഇല്ലാന്നല്ല. അപ്പോൾ അങ്ങനെ ഒരു ഹെൽപ്പും നമുക്ക് അങ്ങനെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒരു സപ്പോർട്ട് കിട്ടും. നമ്മൾ ബാങ്കിൽ 3 ലക്ഷം രൂപ സേവിങ് അക്കൗണ്ടിൽ ഇട്ടതിന് ശേഷം ആ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണേ കൊണ്ടുപോകേണ്ടത്. ഫിക്സഡ് ഡെപ്പോസിറ്റ് പറ്റത്തില്ല കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യണം. ബാക്കിയൊക്കെ ഏജൻസി ത്രൂ ചെയ്തു തരുന്നതുകൊണ്ട് നമുക്ക് വലിയ ടെൻഷനില്ല. അവർ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു തരുന്നതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഏജൻസി ത്രൂ കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഈ ഏജൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്കമാലിയിലുള്ള സാവന എന്നുള്ള ഏജൻസിയാണ് കേട്ടോ. സാവന ഫുൾ നെയിം കറക്റ്റായിട്ട് അറിയില്ല. സാവന എന്നുള്ള ഏജൻസിയാണ്. അപ്പം അതിൻ്റെ ഫോൺ നമ്പർ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കുക, ഏജൻസി ത്രൂ വരണവർക്കാണെന്നുണ്ടെങ്കിൽ, ആഗ്രഹം ഉണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ഒന്നും അത്ര നന്നായിട്ടില്ല എന്ന് എനിക്കറിയാം, ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.